ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ തന്നെ വേറൊരു ഫ്രോക്ക് ഡിസൈൻ ആയിരുന്നു കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് സാധാരണ ഫ്രില്ല് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനതിന് ഓർഗൻസിയാണ് ഗ്രീൻ എടുത്തത്. 2 മീറ്റർ ഓർഗൻസും 2 മീറ്റർ ക്രേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അടിഭാഗമാണ് കട്ട് ചെയ്യണത്. സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ 20.5 ഇഞ്ച് ലെങ്ത്തിൽ ലൈനിങ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മെയിൻ പീസാണ് കട്ട് ചെയ്യണത്. അതൊരു 1.5 ഇഞ്ച് കൂടുതൽ വിട്ടിട്ട് നമ്മളൊരു 21 ഇഞ്ചിലാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുത്തേണത്. ശേഷം നമ്മൾ നമ്മുടെ യോക്കാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 4.25 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി 4 ഇഞ്ച് നമ്മൾ നമ്മുടെ മിഡാം ഹോൾ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് 6 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വന്നേണത്. അതായത് നമ്മളുടെ 22 ഇഞ്ച് ചെസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. യോക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്. അതിൻ്റെ റൗണ്ട് വന്നേണത് 5.5 ഇഞ്ചാണ്. യോക്കിൻ്റെ റൗണ്ടിൻ്റെ കൂടിയും നമ്മളൊരു 2 ഇഞ്ച് ലൂസാണ് ആഡ് ചെയ്തേണത്. ഇപ്പോൾ നമ്മളൊരു 20 ഇഞ്ചാണ് നമ്മുടെ യോക്കിൻ്റെ റൗണ്ട് വരണതെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫ്രണ്ടും ബാക്കും ആം ഹോള് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 3.5 ഇഞ്ചാണ് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തത്. പക്ഷേ അത് സ്ട്രെയിറ്റ് അല്ല അടയാളപ്പെടുത്തേണ്ടത്, ഒരു ചെറിയൊരു വളവിലാണ് ചെയ്തത്. കാരണം 4 ഇഞ്ചോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ നെക്കിൻ്റെ ലെങ്ത് ഇച്ചിരി കൂടും. അതുകൊണ്ട് 3.5 ഇഞ്ച് സെൻറ്ററിലും സൈഡിലോട്ട് 4 ഇഞ്ച് വരുന്ന രീതിയിൽ ചെരിച്ചിട്ടാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേണ്ടത്. ബാക്കിൽ നമ്മൾ സിബ് വെക്കാനുള്ള അലവൻസ് 1 ഇഞ്ച് വിട്ടിട്ടാണ് ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യണത്. ഫ്രണ്ട് വെച്ചിട്ട് ബാക്ക് പോർഷൻ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. സൈഡിൽ സീം അലവൻസും നെക്കും മാർക്ക് ചെയ്യാൻ മറക്കരുത്. നെക്ക് നമുക്ക് ഒരു 4 ഇഞ്ചോളം ഇറക്കിയെന്ന് വെച്ച് കുഴപ്പമില്ല കേട്ടോ, ബാക്ക് പോർഷനല്ലേ. അപ്പോൾ നമ്മൾ ഇറക്കി മാർക്ക് ചെയ്താലും പ്രശ്നമില്ല. അതിനുശേഷം മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ച് വെട്ടിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. സീം അലവൻസ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. ഫ്രണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ആം ഹോള് കുഴിച്ച് ഒന്നുകൂടി വെട്ടാം. കാരണം ബാക്കിൻ്റെ ആം ഹോളിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തത്. അതുപോലെ തന്നെ നെക്കിലും നമ്മൾ ആ ഒരു സീം അലവൻസ് വിട്ടിട്ട് മെയിൻ പീസ് ഉണ്ടല്ലോ നമ്മുടെ ഓർഗൻസ, അതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ബാക്കും ഫ്രണ്ടും ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ ഞാനൊരു ഫ്ലാപ്പ് പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു കളർ ഗ്രീനിൻ്റെ സാറ്റിൻ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു 2.5 ഇഞ്ചാണ് വിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ 5 ഇഞ്ചിൽ ഞാനൊരു സാറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ പോർഷനിൽ ഇത് ഇതുപോലെയാണ് ഒരു ഫോൾഡ് ചെയ്ത് വരുന്നതാണ്, ഒരു പീസ് പോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് നമ്മളൊരു ചെറുതായിട്ടൊരു കർവിലാണ് നമ്മൾ കട്ട് ചെയ്തത്. അതപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ ആ ഒരു കർവ്നെസ് കൊടുത്തില്ലെങ്കിൽ പൊന്തി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സെൻറ്ററിൽ നിന്നല്ല സൈഡിലോട്ട് കുറച്ച് ഒരു 1/2 ഇഞ്ച് ചെരിച്ച് വെട്ടി കൊടുക്കണുണ്ട് കേട്ടോ. നമ്മളുടെ മെയിൻ പീസ് നമ്മളും അതുപോലെ തന്നെ ചെരിച്ച് വെട്ടിയിട്ടല്ല കൊടുത്തത്. 3.5 സെൻറ്ററിലും 4 ഇഞ്ച് സൈഡിലും വരുന്ന രീതിയിലല്ല ചെയ്തത്. അപ്പം അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യണതൊന്നും വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഒരു ടാങ്ക് ടോപ്പ് പോലെയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു നെക്ക് വരുന്നത്. അപ്പോൾ ഒരു വള്ളി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ട ഒരു വള്ളി സാറ്റിനോണ്ട് തന്നെ ഞാൻ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒരു 1 ഇഞ്ച് ഇല്ല 3/4 ഇഞ്ചോളം വിട്ട് വരുന്ന രീതിയിൽ തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെച്ചിട്ട് അടിക്കുക, എന്നിട്ട് അതൊന്ന് മറിച്ചെടുക്കുക. ഇതുപോലെ ഒരു 2 വള്ളി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഇഞ്ചിലാണ് കട്ട് ചെയ്തത്. അതായത് 3.5 ഇഞ്ച് ഫ്രണ്ട് നെക്കും 4 ഇഞ്ച് ബാക്ക് നെക്കും. അപ്പോൾ 7.5 ഇഞ്ചായി. ഒരു 1/2 ഇഞ്ചും കൂടി നമ്മൾ സീം അലവൻസ് കൂട്ടിയിട്ട് 8 ഇഞ്ചിൽ 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് ബാക്കും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളത് വെക്കാനുള്ളൊരു വിട്ട് കാണണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഞാനൊരു 2.25 ഇഞ്ചാണ് നമ്മളൊരു വൈഡ് കൊടുത്തേണ്ടത്. ബാക്കിലും ഫ്രണ്ടിലും 2.25 ഇഞ്ചിലാണ് നമ്മൾ ഈ 2 വള്ളിയും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ബാക്ക് പോർഷൻ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിബ് വയ്ക്കാനുള്ള സീം അലവൻസ് വിട്ടതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇത് ഈ വള്ളി വെക്കുമ്പോൾ ബാക്ക് റോങ് സൈഡിൽ നിന്ന് ലൈനിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് താഴത്തോട്ട് വരുന്ന രീതിയിൽ വെക്കണം. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് വെച്ചത്. ഇത് അതുകൊണ്ടല്ല, ഫ്രണ്ടിൽ ഫ്ലാപ്പ് വരുന്നുണ്ടല്ലോ, വേറൊരു പീസ് വരുന്നുണ്ടല്ലോ, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ലൈനിങ്ങിൻ്റെ ഭാഗത്താണ് ഞാൻ ഈ ഒരു വള്ളി വെച്ച് കൊടുത്തത്. അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു പീസും നമ്മൾ അടിച്ചെടുക്കേണ്ടത്.
അപ്പോൾ സാറ്റിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ആ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ സീം എലമെൻറ്റ്സ് വിട്ടിട്ട് ആദ്യമേ തന്നെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് തിരിച്ച് അത് മറിച്ചടിക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് നല്ല സൈഡിലോട്ട് തന്നെ ഈ സാറ്റിൻ വന്നോളൂ കേട്ടോ. അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സീം എലമെൻറ്റ്സ് പതിച്ചടിക്കാനായിട്ട് മറക്കരുത്. സാറ്റിൻ്റെ ഒപ്പം പതിച്ചടിക്കരുത്, മെയിൻ പീസോട് കൂടി പതിച്ചടിക്കുക. കാരണം സാറ്റിൻ കവർ ചെയ്ത് ഫോൾഡ് ചെയ്ത് വരുന്നതല്ലേ, അപ്പോൾ ആ സ്റ്റിച്ച് കാണാതിരിക്കാനാണ്. അപ്പോൾ ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് അടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വള്ളി വന്നോടത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് ഒന്നും കാണില്ല, പക്ക പെർഫെക്റ്റ് ആയിട്ട് കാണും. ബാക്കും ഫ്രണ്ടും നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ഇല്ലാതെ മുകളിൽ പതിച്ചടിക്കാതെ തന്നെ നമുക്ക് വരും കേട്ടോ. ബാക്കിൽ നിന്ന് നമ്മൾ വള്ളി ജോയിൻ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ, അതായത് ഓർഗൻസ വന്നേണ ഭാഗത്ത് തന്നെ അടിയിലോട്ട് വെച്ചിട്ട്, അതായത് ഫ്രണ്ടിൻ്റെ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം ബാക്കിൻ്റെ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെച്ചിട്ട് അടിയിലോട്ട് വരുന്ന രീതിയിൽ. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ സൈഡിൻ്റെ നല്ല ഭാഗത്ത് നിന്നാണ് വള്ളി വെച്ചത്. നമ്മൾ ഫ്രണ്ടിലെ പോർഷനിൽ നമ്മൾ ആദ്യം വള്ളി വെച്ചപ്പോൾ റോങ് സൈഡിൽ നിന്നാണ്, അതായത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്തിരുന്നത്. പക്ഷേ ബാക്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ വള്ളി താഴത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അതും ഫിനിഷ് ചെയ്ത് വരും. ശേഷം ഞാനൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട്, ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല, ഇതുപോലെ നല്ല വശത്തിൽ നിന്ന് അടിച്ചെടുത്ത് റോങ് സൈഡിലോട്ട് തിരിച്ചു മറിച്ചടിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ടാലറിയാം, ഫ്രണ്ടിലും ബാക്കിലും ഒരു ടോപ്പ് സ്റ്റിച്ച് ഇല്ലാതെയാണ് നമ്മളുടെ ഈ ഒരു വള്ളി നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തത് കേട്ടോ. ഇനി ആ ഒരു ആം ഹോളിൻ്റെ കർവ്നെസ് ഉണ്ടല്ലോ, അത് നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ സാധാരണ നമ്മൾ സ്ലീവ്ലെസ്സിനൊക്കെ ഫിനിഷ് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിൽ വള്ളിയും കൂടിയും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഒത്തിരി വീഡിയോസിൽ കാണിക്കണ കാരണം വള്ളി ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വള്ളി അറ്റാച്ച് ചെയ്യണത് ഓപ്ഷനിലാണ്. അതിന് ശേഷം നമ്മൾ സൈഡ് ഭാഗം ഇതുപോലെ 2 സൈഡും നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുക. കാരണം നമ്മുടെ സിബോർഡ് കൂടിയിട്ടാണ് ബാക്ക് ജോയിനിങ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്കത് സൈഡ് 2 ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം 2 പീസാണ് നമ്മൾ ഓർഗൻസ് അടിയിലോട്ടുള്ള ഒരു 20 ഇഞ്ചിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കണത്. അപ്പോൾ ആ 2 പീസും ജോയിൻ ചെയ്യിപ്പിക്കുക. ശേഷം നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കൈകൊണ്ട് തന്നെ ഇട്ടാൽ മതി, നൂല് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈനിങ്ങും ഇതുപോലെ തന്നെ ബാക്കും ഫ്രണ്ടും ആദ്യമേ തന്നെ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിഭാഗം 2ൻ്റെയും മടക്കി അടിക്കണമെങ്കിൽ ഇപ്പോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം, ഇല്ലെങ്കിൽ അവസാനം മടക്കി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഫ്രിൽസ് ഇട്ട് വെച്ചാണ് ആ ഒരു ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി നമ്മുടെ ഓർഗൻസയുടെ പീസ് ഉണ്ടല്ലോ, അത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനിയെല്ലാം നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ, നമ്മുടെ എല്ലാ ഫ്രോക്കും പഠിക്കുമ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ യോക്കിൻ്റെ പോർഷൻ നമ്മളുടെ ഈ അടിഭാഗമായിട്ട് നമ്മൾ ഈ ഫ്രിൽസ് ഇട്ട് വെച്ചാണ് ഈ ഓർഗൻസ പീസായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് വിട്ടെങ്കിൽ ആ 1/2 ഇഞ്ചോട് കൂടിയിട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 സ്റ്റിച്ച് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. 1 സ്റ്റിച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടിയും നമ്മൾ അടിച്ചു കൊടുക്കണം. ഇനി കൺസീൽഡ് സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൺസീൽഡ് സിബ് വെക്കുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോയിലാവുമ്പോൾ നമുക്കത് കൃത്യത്തിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ സിബ് വെക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തു നോക്കിയാൽ മതി. അപ്പോൾ കൃത്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സിബൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഉടുപ്പ് നമ്മൾ മറിച്ചിട്ടിട്ട് വേണം ഇനി അടുത്തത് അടിക്കാനായിട്ട്. ഇനി അടിഭാഗം നമ്മളുടെ ഈ ലൈനിങ്ങും ഓർഗൻസും കൂട്ടിയിട്ട് നമ്മൾ കൂട്ടിയിട്ടൊന്ന് അടിച്ചിട്ട് വേണം സെപ്പറേറ്റ് ആയിട്ട് അടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് അടിക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു സിബിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അതൊന്ന് കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് കളയാം.
ശേഷം നമ്മൾ ഓർഗൻസും ലൈനിങ്ങും സെപ്പറേറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കെട്ടിട്ട് നിർത്തിയോടത്തുനിന്ന് ഓർഗൻസ മാത്രം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ലൈനിങ്ങും ഇതുപോലെ തന്നെ ലൈനിങ്ങും മാറ്റി പിടിച്ചിട്ട്, അതായത് നമ്മുടെ ഓർഗൻസോടൊപ്പം തന്നെ കെട്ട് വന്ന് വീഴാനായിട്ട് സ്റ്റിച്ചിങ് കയറി പിടിക്കാനായിട്ട് ഇടവരുത്തരുത്. അപ്പോൾ ലൈനിങ്ങും ഇതുപോലെ തന്നെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം അടിഭാഗം അടിക്കാത്തവർ, നേരത്തെ നമ്മൾ ഫ്രിൽസ് ഇട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതിൽ ബോ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് വിട്ടുള്ള സാറ്റിൻ, റെഡ് സാറ്റിൻ എടുത്തിട്ടുണ്ട്. അത് 3 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഞാൻ പീസ് എടുത്തിട്ട് ഇനി വീഡിയോയിൽ കാണണ പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ക്രോസ് ചെയ്ത് മടക്കിയിട്ട് അതൊന്ന് സെൻറ്റർ ആക്കി എടുത്തു. 4 ഭാഗവും സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ നൂലും സൂചിയും യൂസ് ചെയ്തിട്ട് ഒരു പേള് തുന്നി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മടക്കിയണതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഞാനപ്പോൾ അതൊരു 10-30 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലും കൂടി ഫില്ല് ചെയ്യണമെങ്കിൽ അത്യാവശ്യം കൂടുതൽ ചെയ്യണം. ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഞാനൊരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വള്ളിയുടെ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ ആ ഒരു 2 എണ്ണം ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് തുന്നണതാണ് കേട്ടോ. ഗ്ലൂ ഗൺ അത്ര സേഫ് ഒന്നല്ല, പെട്ടെന്ന് വിട്ടുപോരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനിത് തൽക്കാലത്തേക്ക് ഞാനിതൊന്ന് ഒട്ടിച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. തുന്നി എടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ പൂവത്തൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗവും, യോക്കിന്റെ അവിടെ ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. അടിഭാഗത്തും നമ്മളുടെ ആ ഒരു മുകളിൽ ആ സാറ്റിന്റെ പോർഷനിൽ മാത്രമാണ് ഈ ഒരു ഭാഗം ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ആ വള്ളി വെച്ച ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഈ ഇതുപോലത്തെ പേൾസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ തുന്നണതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വന്നത് ഇതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, ക്രിസ്മസിന് ഇടാൻ പറ്റാവുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.